ബാക്കി എല്ലാം കൊടുത്തു. ഇപ്പൊ ലാസ്റ്റ് പീസാണിത്. കിട്ടാനല്ലേ മാൻഡ്രേക്കാന്ന് തോന്നുന്നു, എന്തുകൊണ്ട് പോത്തോളം തോന്നുന്നു. കുറെ നാളിരിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു സൗണ്ടിനാണ് സത്യം പറഞ്ഞാൽ ഇത്രയും വില കൊടുക്കുന്നത് കേട്ടോ. ഇത്രയും ഇടിച്ചുപറി ഇല്ലെന്ന് തോന്നുന്നു. വേണ്ട, ഈ വണ്ടിയുടെ വില ഞാൻ ചോദിക്കുന്നില്ല. കാര്യം ഞാൻ വിറ്റ വണ്ടിയാണ് കേട്ടോ. ഞാൻ വിറ്റ വണ്ടിയാണ്. ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 160 ചോദിക്കുന്നത്. RS ഒരുപാട് ഇരിപ്പുണ്ട്. RS ഇരിക്കുന്നത് 2021 ഇരിപ്പുണ്ട്. ഈ വണ്ടി നമ്മൾ വിൽക്കാതിരിക്കുന്നത് 32 കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഇടിച്ച വണ്ടികൾ നമുക്ക് തരുന്ന സമയത്ത് അപ്പൊ ഞാൻ വണ്ടി മേടിക്കാൻ വരുവാണെങ്കിൽ ഇടിച്ച വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തരുമ്പോ ഒരു നല്ലൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അത്രയും വിലയും കുറയും. ഇന്നലെ BMW കൊടുത്തായിരുന്നു 2018 മോഡൽ 20 രജിസ്ട്രേഷൻ വണ്ടി. ഓൾമോസ്റ്റ് മാർക്കറ്റ് 240 250 വിൽക്കുന്ന വണ്ടി. 240 പിന്നെ എത്ര CC വരും? GS ആണ് ഞാൻ ആ വണ്ടി കൊടുത്തത്. പക്കാണല്ലേ കാര്യം എന്ന് പറഞ്ഞാൽ BS6 ഓടിക്കുന്ന പോലെ അല്ല, BS4 വേറൊരു ലെവലാ വണ്ടി. കാര്യം ഓടിക്കുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്തെല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഇത്രയും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. മീറ്റിയോർ ഇരിപ്പുണ്ട്, ഹോണ്ട CB സീരീസ് ഇരിപ്പുണ്ട്, ഹിമാലയൻ എക്സ്പൾസ് R15, ഡ്യൂക്ക് BS3, ഡ്യൂക്ക് 250, ഹുസ്ക്വർണ, അതുപോലെ ഡൊമിനാർ, എല്ലാ കളക്ഷൻ RS V3 ഒരുപാട് വണ്ടികൾ നിലവിൽ നമ്മുടെ ഗാരേജിൽ. RC ഒരു 3-4 RC ഇരിപ്പുണ്ട്, 5ഓളം V3 V4 ഒക്കെ ഇരിപ്പുണ്ട്. RR 310, അതുപോലെ തന്നെ RS തന്നെ ഒരു 4ഓളം വണ്ടികൾ ഇരിപ്പുണ്ട്. ഡൊമിനാറിന്റെ ചാകരയാണ്. നിങ്ങൾക്ക് ആ ഒരു സൈഡ് തൊട്ട് ഈ ഒരു സൈഡ് വരെ ഡൊമിനാർ 400 250 വേരിയന്റ് ആണ്. 2 മോജോ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ പെറാക്ക്, ഒരുപാട് മോഡൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാലും ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂസ്ഡ് ബൈക്സ് കേരള എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വിൽക്കുന്ന ഒരു പേജാണ്. അപ്പോൾ നമ്മൾ വണ്ടി സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സെറ്റപ്പിലോട്ട് എത്തിയിട്ടില്ല. എത്തുന്നിടം വരേക്കും നമുക്ക് എന്തൊക്കെയാലും ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വണ്ടികളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഫുൾ ഇരുന്ന് കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി എന്തായാലും ഇവിടെ ഉണ്ട്. അത്രമാത്രം കളക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ എന്തായാലും അവൈലബിൾ ആണ്. കൂട്ടത്തിൽ ഒരു ജെന്യൂനിറ്റി അല്ലെങ്കിൽ ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ് എന്ന് എനിക്ക് തോന്നിയത് ഇതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളിയെ വിളിച്ച് നമുക്ക് ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മളോടാണ് മുസാക്ക നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇതാണ് ആള്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതെ. അപ്പൊ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ യൂസ്ഡ് വണ്ടികളുടെ വീഡിയോ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് പരാതിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഒരു സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ഷോറൂമായിട്ട് തുടങ്ങാത്തത് കൊണ്ട് ചെയ്യുന്നില്ല. അപ്പം മുസാ ബ്രോയെ നമ്മൾ ഓൾറെഡി പരിചയമുള്ളതാണ്. അപ്പം ഇവിടുന്ന് തന്നെ തുടങ്ങാന്ന് വെച്ച്. കാര്യം ഇവിടെ അത്യാവശ്യം എനിക്ക് ജെന്യൂനായിട്ട് തോന്നിയ ഒരു ഷോറൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആലപ്പുഴ ജില്ലയിൽ ഈ ഒരു ഷോറൂമാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും വിശ്വസിച്ച് ഇവിടെ വന്ന് എടുക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് വണ്ടികൾ ഇപ്പൊ നിലവിലുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നോക്കാം. സ്റ്റോക്ക് ഉണ്ടാവും. BS6 മോഡൽസ് LED വരാത്തത് ഓൾമോസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാത്തിന്റെയും ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ജസ്റ്റ് നമ്മുടെ ബുക്കിംഗ് കറക്റ്റ് എടുത്തുള്ളൂ. ഏകദേശം പറയാം. ഇത് 2021 വണ്ടിയാണ്. നമ്മൾ ഓൾമോസ്റ്റ് വണ്ടി ചോദിക്കുന്നത് 155. എത്ര കിലോമീറ്റർ ഓടിയ വണ്ടി അത്? കിലോമീറ്റർ എല്ലാം ഓൾമോസ്റ്റ് 30-35 കിലോമീറ്റർ താഴെ. അതിനു മുമ്പായിട്ട് നമ്മൾ ഇവിടെ വണ്ടി എടുക്കുന്നത് ഒരു എത്ര ഓണർഷിപ്പ് വരെയുള്ള വണ്ടികൾ അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ വരെയുള്ള വണ്ടികളാണ്? എല്ലാ വണ്ടികളും സെക്കൻഡ് ഓണർഷിപ്പ് പോയിട്ടില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ 48-50 വണ്ടി സ്റ്റോക്കിൽ. ഈ വണ്ടികളെല്ലാം ഇരിക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് എടുക്കാറില്ല. ഇല്ല. ഓക്കെ. ഈ പറഞ്ഞ പോലെ ആക്സിഡന്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ഓൾറെഡി നമ്മൾ എടുക്കുന്ന വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒരു പറഞ്ഞു തരും. അതായത് ഇപ്പൊ ഒരു ആക്സിഡന്റ് വണ്ടി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതിനനുസരിച്ചുള്ള വിലക്കുറവും വരും. തീർച്ചയായിട്ടും വരും. അതായത് ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ആക്സിഡന്റ് വണ്ടി ഉണ്ടോ എന്ന് വെച്ചെങ്കിൽ ഇല്ല. അതായത് അങ്ങനെ അഥവാ നമുക്കൊരു നല്ലൊരു ഡീല് ആക്സിഡന്റ് ഹിസ്റ്ററി വന്ന സമയത്ത് കസ്റ്റമർ എങ്ങനെയെങ്കിലും വണ്ടി നമുക്ക് വിറ്റ് തരണം. അപ്പൊ നമ്മൾ പറയും വണ്ടി വിറ്റ് വരെ തരാൻ പറ്റത്തില്ല, ഇടിച്ച വണ്ടി കൊണ്ട് വില കുറച്ചെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ കസ്റ്റമർ എഗ്രി ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് കിട്ടും. നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, അടുത്ത കസ്റ്റമർക്ക് വില കുറച്ച് കൊടുക്കും. നമ്മൾ പ്രോഫിറ്റും കിട്ടും, വണ്ടി പോകുകയും ചെയ്യും. കുഴപ്പമൊന്നുമില്ല. ഇടിച്ചെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും തന്നെ മാറുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വേറെ അതാ ബുദ്ധി. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഇടിച്ച വണ്ടികൾ നമുക്ക് തരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ വണ്ടി മേടിക്കാൻ വരുവാണെങ്കിൽ
ഇടിച്ച വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തരുമ്പോ ഒരു നല്ലൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അത്രയും വിലയും കുറയും. ഇന്നലെ ഞാൻ BMW കൊടുത്തായിരുന്നു 2018 മോഡൽ 20 രജിസ്ട്രേഷൻ വണ്ടി. ഓൾമോസ്റ്റ് മാർക്കറ്റിൽ 240 250 വിൽക്കുന്ന വണ്ടി. 240 പിന്നെ എത്ര CC GS റിട്ടേൺ ആണ്. ഞാൻ ആ വണ്ടി കൊടുത്തത് 2 ലക്ഷം രൂപ കൊടുത്തത്. 2 ലക്ഷം രൂപ പിന്നും കുറച്ച് 96 വണ്ടി 96 കൊടുത്തില്ലേ? ഭയങ്കര വലിയൊരു ആക്സിഡന്റ് ആണ് സംഭവം. പ്രശ്നമുണ്ട്. പക്ഷെ ഇത് ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ സംഭവിക്കത്തുള്ളൂ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. ഇത് BS3 ഇല്ലേ? ഇത് BS3 വണ്ടിയാണ്. 2016 മോഡലാണ്. നമ്മൾ ഈ വണ്ടിക്ക് വയ്ക്കുന്ന 1,20,000 സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ ഓക്കെ. അപ്പം BS3 ഒക്കെ നോക്കി നടക്കുന്ന ആൾക്കാർക്ക് വരാം അല്ലേ? BS3 ഡ്യൂക്ക് 250 ഇരിപ്പുണ്ട്. ഈ വണ്ടി 2020 വണ്ടി, ഈ വണ്ടി 2021 വണ്ടിയാണ്. 21 വണ്ടി. ഇത് ഓൾമോസ്റ്റ് കിലോമീറ്റർ ഒക്കെ എല്ലാം ഒരു 30 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ള. ഓക്കെ ഓക്കെ. ഒന്നും ഓടാൻ ചാൻസ് ഇല്ല. അവരോട് പേജ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. കിലോമീറ്റർ, ഓണർഷിപ്പ് എല്ലാം കിട്ടും. ഒരു ഊഹം വിലയൊക്കെ എത്ര വരും? നമ്മൾ ചോദിക്കുന്നത് 180 ആണ്. 180. ഈ വണ്ടി ചോദിക്കുന്നത് 195 ആണ്. ഇതൊക്കെ ഒരു നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ റേറ്റ് പറയാൻ കാരണം വെച്ചാൽ കുറച്ച് കൂട്ടി പറത്തുള്ളൂ. കാര്യം നമുക്ക് ഇവിടെ വരുമ്പോൾ എന്തായാലും നമുക്ക് നെഗോഷ്യബിൾ ചോദിക്കും. അല്ല, നമുക്ക് കൊടുത്തു വിടുന്നവർക്ക് സമാധാനം പറഞ്ഞില്ല, എന്തെങ്കിലും ഒരു സംതൃപ്തി ഒന്നുമില്ല. അപ്പൊ നമ്മൾ കുറച്ച് പറഞ്ഞാൽ പിന്നെ അവസാനം ഒരു 5 രൂപ കുറയ്ക്കുമ്പോൾ ചിലരെ ഈ വില കൂട്ടിയിട്ടിട്ട് ഇപ്പൊ ഒരു 140 വണ്ടിയാണെങ്കിൽ ഒരു 145 പേജിൽ ഇട്ടിട്ട് 5 രൂപ കുറച്ചെന്ന് പറയും. അതാ അങ്ങനെ സംഭവം. അപ്പൊ അത് നമ്മുടെ സ്മാർട്ട് പില്ലേ അല്ലേ? 2020 മോഡൽ വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്, 1,25,000 ഇട്ടിരിക്കുന്ന വണ്ടിക്ക്. ഇത് അത്യാവശ്യം മാർക്കറ്റിൽ പോകുന്നുണ്ട്, സ്മാർട്ട് പില്ലേനുണ്ട്. കാര്യം ചെയ്യുന്നത് നിവർന്നിരിക്കുന്ന വണ്ടിയാണ്. മറ്റേ വണ്ടി വലിയ മൂവ്മെന്റ് ഇല്ലാത്ത വണ്ടിയാണ് അല്ലേ? അതെ അതെ. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു യുണീക്ക് ലുക്ക് ഉണ്ടെങ്കിൽ സെറ്റ്. ഇത് സത്യം പറഞ്ഞ ഒരു അടിപൊളി സാധനം കേട്ടോ. കിടിലം വണ്ടി. മീറ്റർ കംപ്ലൈന്റ് ആയിട്ട് മീറ്റർ മാറാൻ കൊടുത്തിരിക്കുമോ സാധനം മാറ്റില്ല. പക്ഷെ കിടിലം വണ്ടി എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ആൾക്ക് ഭയങ്കര വേർത്താണ്. സൂപ്പർ വണ്ടിയാണ്. 2018 മോഡലാണ്. ഫുൾ പീസ്, ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല. എനിക്ക് തോന്നുന്നത് കസ്റ്റമർ ഫുൾ പീസ് മാറിയതായിരിക്കും, അല്ലാതെ ഇത്ര വൃത്തിക്കൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ജെന്യൂനിറ്റി ഉണ്ട്. കാരണം നമുക്ക് വേണമെങ്കിൽ മറച്ചു വെക്കാം. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. കസ്റ്റമറിന് ചിലപ്പം പറഞ്ഞു, ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പം ഈ ബ്രോയിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇതുപോലെ ഈ പീസ് മാറിയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ആക്സിഡന്റ് ആയ വണ്ടി ആയിരിക്കുമല്ലോ എന്ന് തോന്നുമെന്ന് വിചാരിച്ച് ഇത് പറയാതിരിക്കുന്ന ഡീലർമാരുണ്ട്. അങ്ങനെ തോന്നുന്നു. പക്ഷെ നമ്മളിത് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി തന്നെ. അപ്പൊ ഇത് എത്ര വരും? ഈ വണ്ടിക്ക് സത്യം പറഞ്ഞ വില ഇട്ടിട്ടില്ല. കാര്യം മീറ്ററും കൂടെ ഇട്ടിട്ട് ഒരു റേറ്റ് പറയാൻ പറ്റത്തുള്ളൂ. 155ഓളം വണ്ടിക്ക് എന്തായാലും കൺഫേം ആയിട്ട്. എത്ര കിലോമീറ്റർ ഒക്കെ ഓടി കാണും? ഈസി റോഡിങ് എടുത്താലേ പറയാൻ പറ്റും. കിലോമീറ്റർ എന്നോട് പറഞ്ഞായിരുന്നു, പക്ഷെ ഓർക്കുന്നില്ല. ഓർമ്മ എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ വണ്ടി പക്കാണല്ലേ? കാര്യം എന്ന് പറഞ്ഞാൽ BS6 ഓടിക്കുന്ന പോലെ അല്ല. BS4 വേറൊരു ലെവലാ വണ്ടി. കാര്യം ഓടിക്കുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. ഇത് 400 ആണോ 250? 2020-21 മോഡലുണ്ട്, 20 മോഡലുണ്ട്. ഇത് നമ്മുടെ അടുത്ത വണ്ടിയാണ് 29. ഇത് കൊല്ലം. ഇതാകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1,30,000 രൂപയും. ഇത് വണ്ടിക്ക് 1,30,000. നിങ്ങൾ ഈ 1,30 ഒന്നേയും കുറവായിട്ട് തോന്നാം, അല്ലെങ്കിൽ കൂടുതലായിട്ട് തോന്നാം. നമ്മൾ കറക്റ്റായിട്ട് കിലോമീറ്റർ പറയുന്നില്ല, പേജിൽ എല്ലാ ഡീറ്റെയിൽസും എല്ലാ. എന്നാലും ഒരു ഊഹം എന്താ? കിലോമീറ്റർ എന്തായാലും 30 കിലോമീറ്റർ പോയിട്ടില്ല ഉറപ്പായിട്ടും. യൂസ്ഡ് ബൈക്സ് കേരള എന്നല്ലേ? യൂസ്ഡ് ബൈക്സ് കേരള ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്. ഇത് 400. ഇത് UG ആണ്. ഇത് UG ആണിത്. BS4 ഉണ്ട്. ഇത് UG. ഇത് UG. പക്ഷെ BS4ന് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. 4 പീസ് ഉണ്ടായിരുന്നു, 3 കൊടുത്ത് ഇത് UG-ക്കാളും ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് തോന്നുന്നു. കാര്യം ആ ഒരു സൗണ്ട് വിലയും കുറവാ. ഒരു 1,10,000 1,15 ഇട്ടിരിക്കുന്നത് കൊടുക്കാം അല്ലേ? അത് കുറച്ചുകൂടെ ഒരു ഇത് 30-ന് താഴെയല്ലേ? ഒരു 30 ആ റേഞ്ചിലൊക്കെ അല്ലേ? 34 ഓടിയിട്ടുണ്ട്. എന്തായാലും അത്രയും വർഷം പഴക്കമുള്ളതല്ലേ? പിന്നെ ഒരു 1,10-ന് 400 CC കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു ടൂറിംഗ് ഒക്കെ നടത്താനാണെന്നുണ്ടെങ്കിൽ. അത് മാത്രമല്ല, ഈ UG വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. നല്ല കംപ്ലൈൻസ് കുറവാണ്. ഇത് എത്ര? ഇത് UG ആണ്. ഇത് 2021 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ഇത് 32 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്ന 32,000. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 1,60 ചോദിക്കുന്ന വണ്ടി. 1,60. ഓക്കെ ഓക്കെ. ഇതും 2000. ഫിനാൻസ് ഇല്ലല്ലോ ഇവിടെ? ഇല്ല, നമ്മൾ ഫിനാൻസ് ചെയ്യുന്നില്ല. അവർക്ക് ഫിനാൻസ് വേണമെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ചെയ്യാം. പല കസ്റ്റമേഴ്സും വന്നിട്ട് അവർക്ക് ഫിനാൻസ് വേണം, അപ്പൊ നമ്മൾ അതിന്റെ പേപ്പേഴ്സ് കൊടുക്കാറുണ്ട്. ഡയറക്റ്റ് ലോൺ ചെയ്യാറുണ്ട്. നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നത് മാത്രം ഫിനാൻസ് ചെയ്യാം. അത് ചില സമയത്ത് ചിലർക്കൊക്കെ വള്ളിയാവും. കാര്യം എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഈ ഫിനാൻസ് എന്ന് പറയുന്ന സെക്കൻഡ് ഹാൻഡ്, ഞാനും ഒരുപാട് ഇതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്തില്ല. നമ്മൾ ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി എടുക്കുന്ന പോലല്ല. സെക്കൻഡ് ഹാൻഡ് ഭയങ്കര പലിശയാണ്. നമ്മളിപ്പോൾ ഒരു ഒരു വണ്ടി കൊടുക്കുന്ന സമയത്തേ നമ്മൾ സന്തോഷപരമായിട്ട് നമ്മൾ വണ്ടി കൊടുക്കണ്ടേ? അപ്പോൾ നമ്മുടെ ലാഭം മാത്രം നോക്കിയാൽ മതിയല്ലോ. ഇപ്പൊ ഇവിടുന്ന് ഒരു 1,40 വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് അടച്ചു വരുമ്പോ പുതിയ വണ്ടിയുടെ പൈസ 1,00,000 രൂപക്ക് നമ്മൾ ലോൺ എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 50,000 രൂപ പലിശ. ഒരു കസ്റ്റമർ കൊടുത്തിട്ട് അവർക്ക് ലോൺ വേണമെന്ന് പറഞ്ഞിട്ട് 50,000 രൂപ പലിശ നടപ്പാവും
സ്റ്റക്കായി പോയി. അതാ വേറെ പണിയൊന്നുമില്ല, നീ പൊയ്ക്കോ, നീ റെഡി. അതാ പറഞ്ഞ പിന്നെ അത് നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും വണ്ടി ഓടി കഴിയുമ്പോഴത്തേക്കും വണ്ടിയുടെ ഒരു പരിവും കഴിയും. അതെ അതെ, എനിക്കൊരു പണി കിട്ടി ഇതുപോലെ. ഞാൻ R15 വെർഷൻ 3 പുതിയ വണ്ടി എടുത്ത് ഒരു 25,000 രൂപ കൊടുത്തെടുത്തേ അന്ന്, കുറേ ആളായി, 5 വർഷം മുമ്പ്. ഇതിപ്പോൾ അടച്ച് ഇപ്പോഴാണ് ഈ വർഷമാണ് ഈ മാസം തീർന്നത്. വണ്ടി 40,000-50,000 കിലോമീറ്റർ കഴിഞ്ഞു, 50,000 കിലോമീറ്റർ കഴിഞ്ഞു, അപ്പോഴാണ് ഈ CC അടഞ്ഞു തീർന്നത്. അതുവരെ നമ്മൾ ഈ വണ്ടി നമ്മുടെ സ്വന്തം അല്ലായിരുന്നു. ഇത് സ്വന്തമായ സമയത്ത് 50,000 കിലോമീറ്റർ വണ്ടി അത്ര ഓടി കഴിയുകയും ചെയ്ത്. അതാ പറയുന്നത്, CC ഇട്ട് എടുക്കുന്നതിന്റെ ഏറ്റവും വലിയ വിഷയങ്ങൾ അതൊക്കെയാണ്. അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ ഒരു 1.50 വരുന്ന വണ്ടിയൊക്കെ ഒരു 1.20 1 ലക്ഷം അത്രയും നല്ലത്, വീരം കുറയും. പിന്നെ ഡൊമിനാർ VUG ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട്. വണ്ടിയാണ് ഇത് ഓൾമോസ്റ്റ് 26 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ 2022 വണ്ടിയാണ്, 16 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് എത്ര വരും? ടൂറിംഗ് അല്ലേ? ടൂറിംഗ് വണ്ടി. ഇത് 1.85 വണ്ടി, 2022 ആണ്, 16 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഇത് 2019 ആണ്. ഈ വണ്ടിക്ക് നമ്മൾ 1.45 ചോദിക്കുന്നത്. 45 സിംഗിൾ ഓൺഷിപ്പ്. ഇത് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. ഡൊമിനാർ നല്ല, ഇപ്പൊ നമ്മൾ വന്നപ്പോഴും ഒരു ഡൊമിനാർ ഡെലിവറി പോയി ശരിക്കും പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ഡൊമിനോറിന് ഒരു മാസമായിട്ട് ഇച്ചിരി ഡൗൺ ആണ്. പക്ഷെ കേറുമ്പോ എല്ലാം കൂടെ ഇറങ്ങി ഒറ്റടിക്ക് പോകും. സത്യം, ഡൊമിനാർ ഞാൻ ഏറ്റവും കൂടുതൽ വിട്ടേക്കുന്നത് ഡൊമിനാറാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പിന്നെ 1.55 അല്ലെ 1.60 ബഡ്ജറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടാൻ ഏറ്റവും വലിയ സൂപ്പർ വണ്ടി ഡൊമിനാർ. കാര്യം ഇപ്പോൾ അഥവാ ഒരു പണി വന്നു കഴിഞ്ഞാൽ, എഞ്ചിൻ പണി വന്നു കഴിഞ്ഞാൽ, സപ്പോസ് വണ്ടിയാണ് മനുഷ്യന്റെ കാര്യം പോലെ തന്നെ പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോ വാറണ്ടി, എഞ്ചിൻ വാറണ്ടി എല്ലാം കൊടുത്ത് വിടും. പക്ഷെ എന്തെങ്കിലും ഭാഗ്യക്കേടിന് ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വരാൻ പറ്റത്തില്ലല്ലോ. ഉദാഹരണം തന്നെ, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു അറ്റാക്ക് വന്ന് മരിച്ചു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലത് കിട്ടും, ചിലത് തിരിച്ചു കിട്ടും, ചിലത് അങ്ങ് പോകും. അപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഉദാഹരണത്തിന് V2 ഒക്കെ R15 V2 ഞാൻ ഇപ്പൊ എടുത്ത് കുറെ വിറ്റിട്ടുണ്ട്. ഈ ഒരു സിലിണ്ടർ കിറ്റിന് തന്നെ 10,000-12,000 രൂപ ഉണ്ട്. ഫ്യൂൽ പമ്പിന് 20,000 രൂപ. ഒരു 150cc വില പറയുന്നത്, മെയിൻ്റെനൻസ് കോസ്റ്റ്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഡൊമിനാറൊക്കെ ഭയങ്കര ഒരു വാല്യൂ ഫോർ മണിയാണ്. ഇതൊക്കെ പിന്നെ ഒരു ഏറിപ്പോയി ഒരു 20,000 രൂപ കൂടുതലൊന്നും ചെറിയ സിലിണ്ടർ പണിക്കൊന്നും പോകത്തൊന്നുമില്ല. പിന്നെ RS ഒരുപാട് ഇരിപ്പുണ്ട്. RS ഇരിക്കുന്നത് 2021 ഇരിപ്പുണ്ട്. ഈ വണ്ടി നമ്മൾ വിൽക്കാതിരിക്കുന്നത് 32 ആണ്. 1.32 21 വണ്ടിയാണ്. പിന്നെ ഈ വണ്ടി 2000 ഇത് 2010 ഇത് BS6 അല്ലേ? BS6 വണ്ടികൾ ഇപ്പം പൊടികൾ പിടിച്ച് ഇരിപ്പുണ്ട് കേട്ടോ. അത് നമ്മൾ വാശിയാത്തോണ്ടാണ് ഇത്തരം വണ്ടികൾ എന്നും നമ്മൾ വാശിയുണ്ട്. അതെ അതെ, റോഡ് അപ്പുറത്തല്ലേ. അതെ 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 അതെ, 3 വണ്ടികൾ ഇപ്പോൾ 19 വണ്ടികളാണ്. ഇതെല്ലാം സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. ഒരെണ്ണം മാത്രം ഫസ്റ്റ് ഓൺഷിപ്പ് വണ്ടി. ഫസ്റ്റ് ഓൺഷിപ്പ്. ഇത് 1.20 നമ്മൾ ചോദിക്കുന്നത്. ഈ വണ്ടി 1.20. ഈ വണ്ടികളൊക്കെ രണ്ടും സെക്കൻഡ് ഓണറാണ്. 1.13 1.12 ഒക്കെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. 1.12 ഇതെല്ലാം BS4 വണ്ടികൾ. അത് മാത്രമേ ഉള്ളൂ BS6 വണ്ടികൾ. ഓക്കെ ഓക്കെ. RS ഒക്കെ നോക്കി നടക്കുന്നവരാണെങ്കിൽ വന്നു, അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ. അപ്പാച്ചി RR ഇരിപ്പുണ്ട്. RTR അത് എത്ര? RR 2020 മോഡൽ വണ്ടിയാണ്. 19-20 വണ്ടിയാണ്. ഇതിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്. ഇപ്പൊ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. ഇപ്പൊ കൈസോറും കൊടുത്തുള്ള വണ്ടിയെ. ഈ ഡൊമിനാറിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല. ഇത് ഫസ്റ്റ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഈ വണ്ടി പെട്ടെന്ന് പോകും. തേർഡിന് എപ്പോഴും ആർക്കും വേണ്ട ആണ് കാര്യം. ഫസ്റ്റ് സെക്കൻഡ് മാക്സിമം ഈ സാധനം വിൽക്കത്തുള്ളൂ. തേർഡ് എടുത്ത് വെച്ച ട്രോഫിയാണത്. ട്രോഫി അല്ലേ, കൊണ്ട് പോകത്തില്ല. ഇത് എത്ര രൂപ വന്നാലും? ഇത് നമ്മൾ 1.75 ഫൈനൽ ഇട്ടിരിക്കുന്നത്. 1.75. ഇത് ഏത് മോഡലാണ്? 4 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഏത് മോഡലാ? 2019-20 വണ്ടി. 19-20. ആ ഓക്കെ. V3 2021 വണ്ടിയാ. ബാക്കി എല്ലാം കൊടുത്തു. ഇപ്പൊ ലാസ്റ്റ് പീസ് ആണിത്. V3 കിട്ടാനല്ലേ? ഒരു മാൻഡ്രേക്കാൻ തോന്നുന്നു. എന്തുകൊണ്ട് പോത്തോളം തോന്നുന്നു. കുറെ നാളിരിക്കാൻ തുടങ്ങി. എത്ര കിലോമീറ്റർ ഓടി വേണ്ടത്? ഇത് കിലോമീറ്റർ ഓൾമോസ്റ്റ് 34 ഓടിക്കണം. 34 ഓടിയിട്ടുള്ള വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. വന്നെടുത്തോളം എത്ര വരും പറയണ്ടല്ലോ, വന്ന് കാട് കൊടുക്കാം നമുക്ക്. ചില വണ്ടി നമ്മളെ കൊണ്ട് പോത്തോന്ന് പറയത്തില്ലേ. അതെ അതെ അതെ. ഇത് 2019 മോഡൽ വണ്ടിയാണ്. ഈ സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 1,65,000 രൂപയാണ്. 65,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ ഡൊമിനാറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ടൂർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. പിന്നെ സൂപ്പർ ബൈക്കിന്റെ ഒരു ലുക്ക് കാറ്റഗറിയാ. പിന്നെ ഏറ്റവും കൂടുതൽ RC 200 BS4 അല്ലേ? BS4 ABS വണ്ടിയാണ്. നമ്മൾ 1.75 അവിടെ ഇരിക്കുന്ന 1,70,000 ഫൈനൽ കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടിയാ? കിലോമീറ്റർ 55 ഓടിയിട്ടുണ്ട്. 55 ഓടിയിട്ടുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, നല്ല ഡിമാൻഡ് ഉണ്ട്. ഈ കിലോമീറ്റർ ആണെങ്കിലും ഓണർഷിപ്പ് ആണല്ലോ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. എന്താണെങ്കിലും പോകും. അതായത് RC 200 BS4 ആട്ടാ. പ്രത്യേകിച്ച് ആ സൗണ്ട് വേണം. ബാറ്ററി കണക്ഷൻ ആണ്. ബാറ്ററി കണക്ഷൻ ആണ്ടാ, ഈ ഒരു സൗണ്ടിനാണ് സത്യം പറഞ്ഞാൽ ഇത്രയും വില കൊടുക്കുന്നത് കേട്ടാ. ഇത് BS6 ഇത്രയും ഇടിച്ചു പറയില്ലെന്ന് തോന്നുന്നു. വേണ്ട കാര്യം ആ ഒരു സൗണ്ട്. ഹലോ ഹലോ
അപ്പൊ ആർസിക്ക് നല്ല ഡിമാൻഡ് അല്ലേ? ഉറപ്പായിട്ടും ആർസിക്ക് നല്ല ഡിമാൻഡാണ്. അതായത് ഞാൻ ചോദിച്ചിട്ട് അപ്പം ഈ BS6 വരുന്ന സമയത്ത് ഇപ്പം ഒരു 2019 മോഡൽ BS6, അതുപോലെ തന്നെ 2022 മോഡൽ, 22 അല്ല 21 ലാസ്റ്റ് ഈ മോഡൽ ഈ ലുക്ക് വരുന്ന വണ്ടി ഉണ്ടല്ലോ, സൗണ്ട് ഇല്ലാത്ത വണ്ടി, ആ വണ്ടിക്ക് എത്ര രൂപ വീഴും ഈ വണ്ടിക്ക്? ഇത് RC 125 അല്ല, ഇതിപ്പോ ഉദാഹരണത്തിന് BS6 വണ്ടി 2021 ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 170 175 വിൽപ്പന വില ഉണ്ട്. അപ്പൊ ആ സെയിം വില തന്നെ BS4 കിട്ടും വണ്ടി. BS6 വണ്ടി വേണ്ടല്ലേ വണ്ടിക്ക് ഉള്ളത് BS4 വണ്ടിക്കാണ് ഡിമാൻഡ്. ആ സൗണ്ട് പോയതോടുകൂടി RCയുടെ KTM എല്ലാം പോയി. ഈ വണ്ടി നമുക്ക് ഓൾറെഡി അഡ്വാൻസ് ആയത് 125 പോയത്. ഈ വണ്ടി ആയിട്ടില്ല, ഒന്ന് ബാക്കിൽ പീസ് ഓർഡർ വരാനുണ്ട്. ഈ ഒരു ബാക്കിലത്തെ പീസ് പൊട്ടി അത് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ യമഹയുടെ ഐറ്റമിൽ പോരായ്മെന്ന് വെച്ചാൽ സാധനം കിട്ടത്തില്ല. V3യുടെ വരെ പൊട്ടുന്നുണ്ടായിരുന്നു, അത്ര സ്ട്രോങ് ആയിട്ട്. ഇതിന്റെ ആരും പറയണ്ടല്ലോ, ചുമ്മാ പൊട്ടില്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കും. അത് കാക്കാടിരിപ്പുണ്ടോ അതിന് വേണ്ടി കൊട്ടാരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പക്ഷെ അതൊരു ചെറിയൊരു ഭംഗിക്കുറവ് സ്പോർട്സ് വണ്ടി എന്നുള്ള നിലയ്ക്ക്. ഒരു 5ഓളം V4 ഇരിപ്പുണ്ടല്ലോ. V4 MT ഇരിപ്പുണ്ട്, MT 4 ഇരിപ്പുണ്ട്. ഇത് രണ്ട് V4 ഇവിടെ ഇരിക്കുന്നതിന്റെ എത്ര വരെ ഉണ്ട്? നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2021 മുതൽ 45 മുതൽ 1,55,000 60 65 പോകും. 23 വണ്ടി 65 പോകും. ഈ വണ്ടിയുടെ വില ഞാൻ ചോദിക്കുന്നില്ല, കാര്യം ഞാൻ വിറ്റ വണ്ടിയാണ് കേട്ടോ. ഞാൻ മുസാക്കൊക്കെ വിറ്റ വണ്ടിയാണ്, നമ്മള് വിറ്റ വണ്ടിയാണ് KL29. ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ പേജിൽ കാണും. പിന്നെ KL82 23 ഇത് നമ്മൾ എടുത്തത് മലപ്പുറം ഭാഗത്തുനിന്ന് എടുത്തത്, പക്ഷെ ട്രിവാൻഡ്രം ലൊക്കേറ്റഡ് വണ്ടിയാണ്. ട്രിവാൻഡ്രം അല്ലേ? ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി തന്നെയാണ്. ഇത് ബാങ്കിൽ ലോൺ എടുത്ത. പിന്നെ വേറൊരു കാര്യം, അടുത്തോ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ കാര്യം പറയാനാണെങ്കിൽ ഏകദേശം 5000 കിലോമീറ്റർ മാത്രം ഓടി ജെന്യുവിൻ വണ്ടിയാണ് കേട്ടോ. ഞാൻ കൊടുത്ത വണ്ടി കൊണ്ട് പറയാണ്, അതായത് ഒരു സിംഗിൾ ഓണറായിട്ട് സിംഗിൾ ഹാൻഡിൽ കിടന്നിട്ട് ഗൾഫ് പാർട്ടിയുടെ വണ്ടിയായിരുന്നു. ഏകദേശം ഒരു 5000 കിലോമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ലോക്കലോട്ടോ മാത്രം ഓടി. 21-22 രജിസ്ട്രേഷനാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മൾ പറഞ്ഞല്ലോ 2023 വണ്ടിയാണ്. 2023 ഫസ്റ്റ് ഓണർഷിപ്പാണ്. ഓൾമോസ്റ്റ് 12-13 കിലോമീറ്റർ ഓടിട്ടുള്ളൂ. നമ്മൾ വണ്ടിക്ക് വയ്ക്കുന്നത് 165. ഇപ്പോൾ പുതിയ എത്ര ഉണ്ട്? 240 250 അടുപ്പിച്ചുകൊണ്ടെന്ന് തോന്നുന്നു. 250 ഇപ്പോട്ട് പോയിട്ടില്ല, താഴെ ഉള്ളൂ. പുതിയ വണ്ടികളുടെ വില കേട്ടാൽ ഓടിപ്പോവും. ഇത് 2021 മോഡൽ വണ്ടിയാണ്, M എഡിഷനാണ്. ഈ വണ്ടിയാണ് നമുക്കൊരു 16 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പാണ്. 145 കൊടുത്തേക്കാം വണ്ടി. 145 നല്ല വണ്ടിയാണ്. പിന്നെ 2022 വണ്ടിയാണ്. ഇതാകുമ്പോൾ സിംഗിൾ ഓണർഷിപ്പാണ്. ഈ വണ്ടി നമ്മൾ വയ്ക്കുന്നത് 165. സ്പെഷ്യൽ എഡിഷനാണ്, വില കൂടി എടുത്ത വണ്ടിയാണ്. കിട്ടാത്ത സമയത്ത് പഴയ വണ്ടികൾ നമ്മൾ നല്ല വില എടുക്കും, വണ്ടികൾ കിട്ടാൻ സമയത്ത്. അല്ല, അത് കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വില കൊടുത്ത് വണ്ടികൾ കയറ്റി വെക്കും. ഇത് ചെറിയൊരു വളവുണ്ട് അല്ലേ, അത് താങ്ങിയതായിരിക്കാം. പിന്നെ അതേ ബുള്ളറ്റ് ഇരിപ്പുണ്ട്. ഇത് ഞാൻ വെച്ചിട്ട് ഇതിനിപ്പോൾ J സീരീസ് ഇറങ്ങിയ സമയത്ത്, പുതിയ ബുള്ളറ്റ് ഇറങ്ങിയ സമയത്ത് ഇതിന് വില എല്ലാം കൂടിയിട്ടുണ്ടോ? ഡിമാൻഡ് BS6 വണ്ടികൾക്ക് വില കൂടി ഉണ്ട്. അത്രയും വിലക്ക് ആൾക്കാർ എടുക്കുന്നില്ല. എല്ലാവരും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ മതി. സത്യം 3 ലക്ഷം രൂപ ഉണ്ട് ഇപ്പം പുതിയ ക്ലാസ് 350. 275 280 മുതൽ അങ്ങോട്ട് മേപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 2020 വണ്ടി നമ്മൾ വയ്ക്കുന്നത് 1,22,000 മാത്രം വയ്ക്കുന്നത്. 2020 വണ്ടിയാണ്. പിന്നെ 2022 മോഡൽ 100 ഇരിപ്പുണ്ട്. ഇതാണെങ്കിൽ നമ്മൾ വയ്ക്കുന്നത് 155 ഫൈനൽ പറഞ്ഞത്. 155. അതെ. പിന്നെ ഇത് മീറ്റിയർ 165 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. 33,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. പക്ക കണ്ടീഷനാണ്, നല്ല കണ്ടീഷനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് ഓടിക്കാൻ വേണ്ടി. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ഹിമാലയൻ ഫാൻസ് ഇതിന്റെ ഡീം പോയ പോക്കാണ് സത്യം പറഞ്ഞത്. പക്ഷേ വണ്ടികൾ ഒരു 5-6 പീസ് ഉണ്ട് കയ്യിൽ. ഇത് BS3 ആണ്. ഇത് BS4 വണ്ടിയാണ്. BS4 ഈ കളർ BS4 ഉണ്ടോ? BS4 ഉണ്ട്. ഇത് BS4 വണ്ടി. കാർബറ്റാണ് ഫില്ലിംഗ് സ്റ്റേഷനാണ്. FI വണ്ടിയാണ്. എത്ര ഉണ്ട് ഇതിന്റെ റേറ്റ്? ഇപ്പം ഇതാകുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് 155. കാര്യം വണ്ടികൾക്ക് കിട്ടാൻ നമ്മളിവിടെ 130-35 വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പം നിലവിൽ വണ്ടി കിട്ടാനില്ല. 150 ഫൈനൽ കൊടുത്തേക്കാൻ വണ്ടി കിട്ടാനില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് പറയുന്നത് 450 ഇറങ്ങിയതിന് ശേഷം ഇതിന്റെ ഡിമാൻഡ് അങ്ങോട്ട് മാറി. 2020 വണ്ടി ഓടാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വില കേട്ടോ. 2020 വണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ 1,70,000 രൂപ പറഞ്ഞു. 1.5 രൂപ എടുത്തുകൊണ്ടിരുന്ന വണ്ടി നമ്മൾ 170 പറഞ്ഞു കസ്റ്റമറോട് തന്നില്ല. റാലി നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ്. നല്ല ഡിമാൻഡ്. 2022 വണ്ടിയാണ്. 33 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 135. അതെ. ഇത് 2022 ആണ്. 125 ചോദിക്കുന്നത്. പിന്നെ 2022 മുകളിൽ MD ഇരിപ്പുണ്ട്. ഇത് ഇന്നലെ വന്ന സ്റ്റോക്കാണ് വണ്ടി. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 160 ചോദിക്കുന്നത്. പിന്നെ BMW
G30 ആണ് 2022 വണ്ടിയാണ്. അത് സിംഗിൾ ഓണർഷിപ്പ് അല്ല 21 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് 2.15 നമ്മൾ ഇട്ടിരിക്കുന്നത്. പാർട്സ് ഒക്കെ നമുക്ക് കൗണ്ടർ സെയിൽ കിട്ടും. എല്ലാം കിട്ടും. എല്ലാം കിട്ടും. രണ്ടും അഡ്വാൻസ് ആയി. 2 വണ്ടി അഡ്വാൻസ് നാളെ പോകും. നോക്കിയിട്ട് കാര്യമില്ല. കാര്യം ഇത് വന്ന ഉടനെ പോകാം. അതെ, ഇത് നാളെ രാവിലെ പോകും. ഇത് ചൊവ്വാഴ്ച പോകും. പെറാക്കുണ്ട് 2020 മോഡൽ വണ്ടിയാണ്. 21 രജിസ്ട്രേഷൻ ഉണ്ട്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മീറ്റർ റീപ്ലേസ്മെന്റ് ആണ്. കമ്പനി തന്നെ വാറന്റി ചെയ്യാണ്. 25 രൂപ എഞ്ചിൻ വാറന്റി അടപ്പുണ്ട്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 1,30,000 മാത്രമേ ഉള്ളൂ. 1,30,000 രൂപ. നല്ല റേറ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. DB ഒക്കെ കട്ട് ചെയ്ത സൗണ്ട് അല്ലേ? നല്ല സൗണ്ട് ആട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ വണ്ടി. ഹൈനസ് ഒരു രക്ഷയില്ലാത്തൊരു സാധനം. കിടിലം വണ്ടിയാണ്. അതെനിക്ക് പിന്നെ ഈ സൗണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ തോന്നുന്നു. കാര്യം ഞാനിപ്പോൾ ഇവിടെ അടുത്ത് ക്യാമറമാൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ അറിയാം, നമ്മൾ സാധാരണ ഒരു വണ്ടി ഓൺ ആക്കിയിട്ടെ കൈ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടിക്ക് ഒരു വൈബ്രേഷൻ നമ്മുടെ കയ്യിലോട്ട് വരും. ഇതിന് വരുന്നില്ല. സൗണ്ട് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. സെക്കൻഡ് എടുത്താൽ മുതലായിരിക്കില്ലേ? കാര്യം പുതിയ വണ്ടിക്ക് നല്ല എമൗണ്ടാണ്. 2.75 പുതിയ വണ്ടിക്ക് വിലയുണ്ട്. ഇത് മറ്റേ ബേസ് വേരിയന്റാന്ന് തോന്നുന്നില്ല. ഇത് നമുക്ക് വിൽക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1,65,000 രൂപ. 2021 മോഡൽ വണ്ടിയാണ്. ഇതും സെയിം തന്നെ 1.65. ഒരു പുതിയ ഒരു 160 എടുക്കുന്നതിന്റെ വില ആവുന്നുള്ളൂ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നത്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാണ്. കാര്യം എന്ന് പറഞ്ഞാലേ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ, പക്ഷേ പുതിയ വണ്ടി ഇറങ്ങിയാലും നമ്മുടെ കയ്യിലോട്ട് വണ്ടി വരും. ചില ആൾക്കാരുടെ മനസ്സിൽ സെക്കൻഡ് ഹാൻഡിനോട് ഭയങ്കര വെറുപ്പാണ്. ചില ആൾക്കാർക്ക് ഭയങ്കര നമ്മൾ നല്ല വിശ്വസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ എടുക്കാന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അതെ, രണ്ടിന്റെ വില എങ്ങനെ? 2.65 ചോദിക്കുന്നത്. 2021 മോഡൽ വണ്ടികളാണ് രണ്ടും ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 1.32, 16 കിലോമീറ്റർ ഓടിയുള്ളൂ. ഇത് ചോദിക്കുന്നത് 2021 മോഡലാണ്. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 1.65 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 3 കിലോമീറ്റർ. ഫയർബോളാണ്. കൊള്ളാം കേട്ടോ. എന്തായാലും മറ്റേ ചെറിയ വണ്ടി ഒന്നും ചെയ്യുന്നില്ല. NS ചെറിയതല്ല. നമുക്ക് സ്പേസ് കുറവാണ്. ഒരു 50-55 വണ്ടി മാക്സിമം ഇരിക്കത്തുള്ളൂ. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു പുറത്ത് ഷോപ്പ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആലപ്പുഴയിൽ നമ്മൾ കിടന്നിട്ട് ഷോപ്പ്, NS, സ്കൂട്ടേഴ്സ്, ബൈക്സ് എല്ലാം കൂടെ നമ്മൾ ചെയ്യാനുള്ള പ്ലാൻ ഭാവിയിൽ സപ്പോർട്ട് ചെയ്യും എല്ലാവരും. അതെ. അപ്പോൾ എന്തായാലും വണ്ടികളുടെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വണ്ടിയുടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ NOC പരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മറ്റുള്ള മന്തോ ഇയറോ ആയിട്ടുള്ള കിലോമീറ്റർ പക്കായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പേജിൽ കയറിയാൽ മതി. അതെ, പേജിൽ കയറി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ പറ്റും. പിന്നെ അവർക്ക് ലോൺ വേണമെങ്കിൽ അവർക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പേജിന്റെ പേര് യൂസ്ഡ് ബൈക്സ് കേരള ആണ്. യൂസ്ഡ് ബൈക്സ് കേരള. അതെ, ഇതൊന്ന് ഫസ്റ്റ് പേജ് നമ്മളായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. കുറച്ച് കൂടുതലുള്ളതുകൊണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വണ്ടി വേണ്ടവർ വിളിക്കുക. അതെ. നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ് അല്ലേ? ഓക്കെ. പിന്നെ വണ്ടി എടുക്കുന്നവർക്ക് എന്തെങ്കിലും വലിയ ഇതുണ്ടോ? അതൊക്കെ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. അതൊക്കെ ഓഫർ നമുക്ക് കൊടുക്കാം. അവർ വരുമ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാം. എന്തായാലും ഒരു എമൗണ്ട് കുറച്ച് കൊടുക്കും. നമ്മൾ എന്തായാലും ഇന്ന് 1.55 വിൽക്കാറ്റുന്ന വണ്ടി നമ്മൾ അവർക്ക് ലാസ്റ്റ് 1.50 കൊടുത്ത വണ്ടി. അത് നോർമലി നമ്മളൊരു 1.65 വിൽക്കുന്ന വണ്ടിയാണ്. 20 കിലോമീറ്റർ വണ്ടി പക്ക ഷോറൂം സർവീസ് വണ്ടിയാണ്. അപ്പോൾ 1.55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.50 കൊടുത്തു. 1.50 കൊടുത്തു. UG നമ്മൾ ഇങ്ങോട്ട് എടുക്കും 45 എടുക്കും വണ്ടി. അതെ. ഡീലർമാർ എടുക്കും 45 എടുക്കും വണ്ടി. അത് നമുക്ക് മെയിനായിട്ട് ഞാൻ പറയാൻ പറ്റും, നമ്മളിപ്പോൾ EMI ചെയ്യാത്തത് കൊണ്ട് മെയിനായിട്ട് നമുക്ക് വലിയൊരു മാർജിനിൽ വണ്ടി വിൽക്കാൻ പറ്റത്തില്ല. കാര്യം ഓൾറെഡി കോമ്പറ്റീഷൻ ആയിട്ടുള്ള മറ്റുള്ള ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് EMI കിട്ടാതെ റെഡി പേയ്മെൻറ്റും ഉള്ളവർ മാത്രമേ ഇങ്ങോട്ട് എന്തായാലും വരാൻ, അല്ലെങ്കിൽ പുറത്തുനിന്ന് EMI ഇട്ടുകൊണ്ട് വരണം. പക്ഷേ അങ്ങനെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാലേ വലിയൊരു മാർജിൻ ഇല്ലാതെ വണ്ടി വിൽക്കാൻ പറ്റും. അത് നമുക്ക് ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. ഭയങ്കര സംഭവമാണ്. ഈ കൊടുത്ത വണ്ടി എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഒരു 1.60 പുറത്ത് കൺഫേം ആയിട്ടും വിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ GS ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ആ റേറ്റ് ഒന്നും വിൽക്കത്തില്ല. നമ്മളത് റേറ്റ് ഏറ്റവും കുറച്ച് കൊടുക്കുന്നത്. അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാര്യം നമ്മളൊരു വണ്ടി വിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഡൊമിനർ എന്തായാലും 1.50 20,000 കിലോമീറ്റർ ഓടിയ ഇത്ര കണ്ടീഷൻ ആയിട്ടുള്ളൊരു വണ്ടി കിട്ടത്തില്ല. 1.60 വണ്ടി ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അടുത്തോളം വണ്ടികൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. കാര്യം ഇപ്പം ഫിനാൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ചവിട്ടി കൊടുക്കാനേ എന്തായാലും നിർവാഹമുള്ളൂ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊരു ബെനിഫിറ്റ് ആയിട്ട് കണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഉപയോഗം എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അല്ലേ? അതെ, ശരി. പുതിയ സ്റ്റോക്കോട്ട് അപ്ഡേറ്റും വരാം.